സൂപ്പർ പ്രൈം ടൈം തുടരുന്നു. ശ്രീ കെ സുരേന്ദ്രൻ, തൽക്കാലം ഒരുപക്ഷെ മാറി നിൽക്കാൻ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ വകുപ്പ് മാറ്റുക, ഇനി മാറി നിൽക്കുകയാണെങ്കിൽ തന്നെ അന്വേഷണം കഴിഞ്ഞതിന് ശേഷം തിരികെ വരാനുള്ള അവസരമൊരുക്കുക, ഇങ്ങനെയുള്ള വിദ്യകളും വേണമെങ്കിൽ നാളത്തെ ആലോചനകളിൽ തെളിയാവുന്നതാണ്. മുൻപിപ്പോൾ ശ്രീ ഹരിഹരൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ജനറൽ മാനേജർ സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി EPയെ മാറ്റിയിട്ട് EP കൂടുതൽ ശക്തനായി തിരിച്ചു വന്നതുപോലെയുള്ള ഒരു തരം ഒരു ക്രമീകരണം ഏർപ്പെടുത്തൽ, അങ്ങനെ ഒരു തീരുമാനം വന്നാൽ? അങ്ങനെ ഒരു തീരുമാനം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വേണു. കാരണം ഇന്നലെ ഞാനൊരു ഫാക്റ്റ് പറയാം, അത് ചിലപ്പോൾ അതിനെന്താ തെളിവെന്ന് നിങ്ങൾ ചോദിക്കരുത്. ഇന്നലെ AKG സെൻറ്ററിലെ ഒരു ജീവനക്കാരൻ്റെ അടുത്ത ബന്ധു, അയാളെ ഞാൻ സാധാരണ വിളിക്കാറുള്ളതാണ്, ഇന്നലെ അയാൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അതായത് ഇന്നലെ 2ാം തവണ ജയരാജൻ AKG സെൻറ്ററിൽ പോയി. ആദ്യം രാവിലെ പോയി, പിന്നെ രണ്ടാമതും പോയി. 2ാം തവണ 1 മണിക്കൂർ നേരം ജയരാജൻ AKG സെൻറ്ററിൽ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടുള്ള സമയം ജയരാജൻ കോടിയേരി ബാലകൃഷ്ണനുമായിട്ടാണ് ചെലവഴിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും കോടിയേരി ബാലകൃഷ്ണനെ ജയരാജൻ ഒന്ന് വരട്ടി എന്നുള്ളതാണ്. അതായത് 2 ദിവസം മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ ഗൾഫിൽ പോയത് അടക്കമുള്ള വിവരങ്ങളെ സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഈ പാർട്ടിയിലെ മന്ത്രിമാരും പാർട്ടി നേതാക്കന്മാരും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞാൻ പുറത്തുവിടും. എന്നെ മാത്രം ഒറ്റപ്പെടുത്തി ഞാനൊരു അഴിമതിക്കാരനായി ചിത്രീകരിച്ച് വേദനിപ്പിച്ച് വിടാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഫലം നിങ്ങൾ അറിയേണ്ടി വരും എന്ന് ജയരാജൻ ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് വിവരം. നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാവും. അതുകൊണ്ട് ജയരാജനെതിരെ നാളെ എന്തെങ്കിലും ഒരു നടപടി എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബാക്കി ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. മാർക്സിസ്റ്റ് പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരും അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം നിയമനങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. ഈ നിയമനങ്ങളെല്ലാം ഒരാൾ മാത്രം നടത്തിയതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പേരുകൾ ഉൾപ്പെടെ പല പേരുകളും റെക്കമെൻഡേഷൻ വന്നിരിക്കുന്നത് പാർട്ടി നേതാക്കളാണ്. പല വകുപ്പുകളിൽ നടത്തിയിരിക്കുന്നു, പല ഇടപാടുകൾ നടത്തിയിരിക്കുന്നു. എൻ്റെ സംശയം ജയരാജൻ ഇതിനേക്കാൾ വലിയ എന്തൊക്കെയോ നടത്തിയതായിട്ടുള്ള വിവരം ഗവൺമെൻറ്റിൻ്റെ പക്കൽ ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു നാടകം ജയരാജൻ രാജി സന്നദ്ധത അറിയിക്കുന്നു, പാർട്ടി പറഞ്ഞാൽ ഞാൻ കേട്ടുകൊള്ളാം. ഇനി നാളെ ഇപ്പോൾ കോടതി എന്താണ് പറയാൻ പോകുന്നത് നമുക്കറിയില്ല. എന്തായാലും വിജിലൻസ് ഡയറക്ടർ ഈ കള്ളക്കളി കളിച്ചതിൻ്റെ നിന്ന് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നത് ജയരാജനെ രക്ഷിക്കാൻ തന്നെയാണ് നീക്കം എന്നുള്ളതാണ്. ഒരു നടപടിയും ജയരാജനെതിരെ വരാൻ പോകുന്നില്ല എന്നാണ് ഈ ഘട്ടത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ജയരാജൻ നാളെ വൈകുന്നേരം കഴിഞ്ഞാലും മന്ത്രിയായി തുടരും. ശ്രീ ജോസഫ് വാഴക്കൻ, ഇവിടെ എന്തായാലും എന്തെങ്കിലും ചെയ്തു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയേ കഴിയൂ. സ്വാഭാവികമായും ഈ സ്വജന പക്ഷപാതം എന്നത് EP ജയരാജനിൽ തുടങ്ങി അവസാനിക്കുന്നതല്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. പക്ഷേ അതിൻ്റെ പരിധിയും കൂടി നിങ്ങൾ നിശ്ചയിച്ചു വെക്കരുത്. അത് ഈ ഗവൺമെൻറ്റിന് മാത്രം ബാധകമായതല്ല. മുൻ സർക്കാരിൻ്റെ കാലത്തും ഇതിനേക്കാൾ വ്യാപകമായ തോതിൽ ഇതേ കാര്യങ്ങൾ നടന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും ഭംഗ്യന്തരേണ സൂചിപ്പിച്ചത് അതുതന്നെയുമാണ്. അങ്ങനെ വരുമ്പോൾ അവിടേക്കടക്കം അന്വേഷണം പോകട്ടെ എന്നത് ഒരു വെല്ലുവിളിയായി നിങ്ങൾ ഏറ്റെടുക്കുമോ? കൂടാതെ ഇപ്പോൾ സുധീർ നമ്പ്യാർ മാത്രമല്ലല്ലോ, EPയുടെ മറ്റൊരു ബന്ധുവും ഈ കഴിഞ്ഞ ദിവസം രാജിവെക്കുകയുണ്ടായല്ലോ. അവർ രാജിക്കത്ത് കൊടുത്തത് ആർക്കാണ്? ഒരു വിവാദ വ്യവസായിയുടെ ബന്ധുവിനാണ്, അവിടെ MD ആയിരിക്കുന്ന വ്യക്തിക്ക്. ആ വ്യക്തിയെ എങ്ങനെയാണ് അവിടെ ചുമതല ഏൽപ്പിച്ചത്? നിങ്ങളുടെ കാലത്താണ്. മതിയായ യോഗ്യതകളുണ്ടോ? അതുണ്ടോ ഇല്ലയോ എന്ന് അവിടെ നിൽക്കട്ടെ. ഈ ഗവൺമെൻറ് വരുമ്പോഴും മാറ്റുന്നില്ലല്ലോ. താങ്കൾ പറഞ്ഞല്ലോ പല മാറ്റങ്ങളും തകൃതിയായി നടത്തിയെന്ന്. അപ്പോഴും നിങ്ങൾ വെച്ച ചില ആളുകളെ അങ്ങനെ തന്നെ തുടർന്ന് നിലനിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങളുടെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന വ്യക്തി വെച്ച ചില അടുത്ത ബന്ധുക്കളെയും അതേ സ്ഥാനത്ത് തന്നെ തുടരാൻ ഈ സർക്കാർ അനുവദിക്കുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ ഇപ്പോൾ വിവാദം, സ്വജനപക്ഷപാതം, അതിൽ രാജി, അതിലെ ധാർമ്മികത എന്ന മുദ്രാവാക്യങ്ങളിലും പ്രതിഷേധങ്ങളിലുമൊക്കെ നിങ്ങൾ ഊന്നുമ്പോഴും ഇരുകൂട്ടരും ഒരുപോലെ തന്നെ കൈകോർക്കുന്ന ഇടങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി ഓരോരുത്തരായി വഹിക്കുന്ന പദവികളുണ്ട്. അവർക്കൊന്നും ഇപ്പോഴും ആ സ്ഥാനചലനങ്ങളില്ലാത്ത തരത്തിലുള്ള പരിരക്ഷയുണ്ട്. ഇതിനും കൂടെയുള്ള മറുപടി? തീർച്ചയായിട്ടും അതിനെക്കുറിച്ചും കൂടി അന്വേഷിക്കുന്നതിൽ തെറ്റില്ല, അങ്ങനെ വല്ലതും ഉണ്ട്. പക്ഷേ ഇത്തവണയാണ് ഇടതുപക്ഷ മുന്നണി വന്നതിന് ശേഷമാണ് റിയാബിനെ കൊണ്ട് അവരൊരു മാനദണ്ഡമൊക്കെ ഉണ്ടാക്കിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമൊക്കെ MDമാരാക്കാൻ ഓരോ സ്ഥലത്തും ഓരോ നിയമങ്ങളും ഓരോ മാനദണ്ഡങ്ങളുമൊക്കെ ആയിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാനദണ്ഡ വിരുദ്ധമായി ആരെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കുന്നത് നല്ലതാണ്. മേലിലാണെങ്കിലും അങ്ങനെ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ.
അതുകൊണ്ടാണ് ഒരുപക്ഷെ അങ്ങനെ അവർക്ക് താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ അന്ന് നിയമിക്കപ്പെട്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ പൂർണ്ണമായും അന്ന് കോൺഗ്രസോ അല്ല അന്നത്തെ UDF ഭരണത്തിൽ പൂർണ്ണമായും രാഷ്ട്രീയമായിട്ടുള്ളൊരു നിയമനമല്ല നടന്നിട്ടുള്ളത്. അതിനേക്കാൾ കുറേ കൂടി നിഷ്പക്ഷമായിട്ടുള്ള നിയമനങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ടാകാം ഒരുപക്ഷെ അത്തരം ആളുകളെ ഇപ്പോൾ സംരക്ഷിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും ആവട്ടെ, അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അന്വേഷിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, ഇതിനെക്കുറിച്ച് മൊത്തത്തിൽ പറയുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അപകടം, CPM അണികളിൽ നല്ലൊരു പങ്ക് ഈ ഭരണം എന്ന് പറഞ്ഞാൽ കൊള്ളയാണ് നടക്കുന്നത്, സ്വജനപക്ഷപാതമാണ് നടക്കുന്നത്, നേതാക്കന്മാരുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഭരണമാണ്. ഒരു 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 പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് പോലും ചെലവഴിക്കാത്ത ആളുകൾ സുഖലോലുപതയിൽ ജീവിക്കുന്നു എന്നുള്ള വളരെ വ്യാപകമായിട്ടുള്ള ഒരു ചിന്ത കടന്നു വന്നിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നമ്പറുകളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. CPM നമ്മളാരും വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് അതിഭീകരമായ ഒരു തകർച്ചയിലേക്ക്, ഒരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. കാരണം ആ നേതൃത്വത്തിലുള്ള വിശ്വാസം ആ പാർട്ടിയുടെ അണികൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഞാൻ കോൺഗ്രസ് പാർട്ടിയെ നിന്ന് സംസാരിക്കുന്നു. എനിക്ക് പറയാൻ കഴിയും, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏതെങ്കിലും ആളുകളെ സ്വജനപക്ഷപാതം എന്നുള്ളതിൻ്റെ നിലയിൽ ആളുകളെ നിയമിച്ചിട്ടുണ്ടോ എങ്കിൽ ആ ലിസ്റ്റ് പുറത്ത് പറയട്ടെ. യോഗ്യതയില്ലാത്ത ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ പരിശോധിക്കാം. എൻ്റെ അറിവിൽ അങ്ങനെ യോഗ്യതയില്ലാത്ത കാര്യമായിട്ട് ആരെയും നിയോഗിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അതപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് മാത്രം ആദ്യത്തെ ഒരു 3 മാസത്തിൽ സംഭവിച്ച ഉത്സവമായിരുന്നു ഈ നിയമന ഉത്സവം? മുൻ സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണോ? അല്ല, അങ്ങനെ നിയമന ഉത്സവം തകൃതിയിൽ നിയമനങ്ങൾ നടക്കുന്നു എന്നൊന്നും പറയുന്നത് ശരിയല്ല. ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ തന്നെ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമായതുകൊണ്ടാണ്. അവിടെ 100ാമത്തെ ദിവസം കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് പുതിയ GP-മാർ ചുമതലയേറ്റത്. ആ 100 ദിവസം 3 മാസക്കാലവും UDF സർക്കാർ നിയമിച്ച GP-മാർ തന്നെയായിരുന്നു അവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽപ്പെട്ട ഒരാളായിരുന്നല്ലോ ധനേഷ് മാത്യു വാഞ്ചാരാൻ, നമുക്കെല്ലാം പരിചയമുള്ള പേരാണ്. അതുകൊണ്ട് ഇപ്പോൾ കൊച്ചിയിൽ GCDA ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ്. അവിടെ ഇതുവരെയും ഒരു GCDA ചെയർമാൻ ഉണ്ടായിട്ടില്ല. 4ാമത്തെ മാസമല്ലേ ഇത്. അപ്പോൾ അതുകൊണ്ട് LDF അധികാരത്തിൽ വന്നു, എല്ലാം മാറ്റിവെച്ചുകൊണ്ട്, എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കഴിയുന്നത്ര നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ആക്ഷേപിക്കുന്നത് ശരിയല്ല. ആലോചിച്ചൊക്കെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആലോചിച്ച് ചെയ്യുമ്പോഴും അതിൽ വീഴ്ചയുണ്ടാകുന്നു, പോരായ്മയുണ്ടാകുന്നു. എന്തുകൊണ്ട് ഇ പി ജയരാജനെ അങ്ങനെ ഒരു ഹീനമായ പ്രവൃത്തി ചെയ്ത് വെറുപ്പോടെ മാറ്റി നിർത്തേണ്ട ആളൊന്നുമല്ല. കഴിഞ്ഞ സർക്കാർ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള സദാചാര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ, ആ കഥകൾ, സരിതാ നായരുടെ പേര്, അങ്ങനെയുള്ള ആക്ഷേപമൊന്നും അല്ലല്ലോ ഉണ്ടായിരിക്കുന്നത് ഇവിടെ. അതുകൊണ്ടാണ് EP ജയരാജന് പറയാനുള്ളത് കേൾക്കുന്നു, EP ജയരാജനെ ഡിഫെൻഡ് ചെയ്യുന്നതിനുള്ള അവസരം കൊടുക്കുന്നു, പാർട്ടി ഉചിതമായ തീരുമാനം ആലോചനയ്ക്ക് ശേഷം എടുക്കും എന്ന് പറയുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ EP-യുടെ കാര്യത്തിൽ ഉണ്ടായത് മാത്രമല്ലല്ലോ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾ. ഇപ്പോൾ കൊച്ചി, അവിടെ P. രാജീവ് ജില്ലാ സെക്രട്ടറി പറയുകയാണ്, ജില്ലാ കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളായിരുന്നില്ല ഇപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന നിയമനങ്ങളെന്ന്. അത് ഈ ഹൈക്കോടതിയിലെ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ GP നിയമനവുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യത്തിനാണ് രാജീവിൻ്റെ ആ മറുപടി. പക്ഷേ ഈ പറയുന്ന ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ വ്യാപകമായ നിയമനങ്ങൾ അവിടെ നടത്തിയത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ഒന്നുകിൽ പാർട്ടിക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ പാർട്ടി ബന്ധുക്കൾക്ക് വേണ്ടി. ഇപ്പോൾ അങ്ങേക്ക് തന്നെ തുറന്നു പരിശോധിച്ചാൽ അറിയാൻ കഴിയുമല്ലോ, CPM-ൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റിന് ചേരാൻ കഴിയുമോ? മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. എല്ലാവർക്കും വിവിധ പദവികൾ കൊടുത്തിരിക്കുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് തന്നെ ചേരാൻ കഴിയില്ല എന്ന്. അപ്പോൾ ഒരു ജില്ലാ കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്നതല്ല ഈ തീരുമാനങ്ങളെന്ന് പറഞ്ഞു പോകാമെങ്കിലും അതിൽ കൃത്യമായി പ്രവർത്തിച്ചിരുന്നവരാണ് മറ്റ് ലാവണങ്ങൾ തേടി പോയിരിക്കുന്നത്. പാർട്ടിയുടെ ചുമതലകളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അവിടെ നിൽക്കട്ടെ, അതിനേക്കാൾ പ്രധാനം ഇത്തരം സ്ഥാനങ്ങളിലേക്ക് എത്തുക എന്നതാണ് എന്നും കൂടി തെളിയിക്കപ്പെടുകയല്ലേ? അല്ല, ഇവിടെ EP ജയരാജൻ്റെ വിഷയം വന്നപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി മറ്റൊരു വിഷയം വന്നിരിക്കുന്നതാണ് ഹൈക്കോടതിയിലെ GP-മാരുടെ നിയമനം. ഒന്ന് ഞാൻ പറയട്ടെ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് GP-മാരുടെ നിയമനത്തിന് എത്ര പണം വാങ്ങിയിട്ടുണ്ട്? PC ജോർജ് തന്നെയാണ് പറഞ്ഞത്, ധനേഷ് മാത്യുവിൻ്റെ പേര് മുൻനിർത്തിക്കൊണ്ട്. ഈ സർക്കാർ വന്നു, GP-മാരെ നിയമിച്ചു, അത് സ്വന്തം ആളുകളെ നിയമിച്ചു എന്ന ആക്ഷേപമാണ്. അപ്പോൾ പണം വാങ്ങുന്ന പ്രശ്നമില്ലല്ലോ. വക്കീലിനെ ഒരു സ്വകാര്യ വ്യക്തി എന്ന പോലെ സർക്കാരും വക്കീലിനെ നിയമിക്കുന്നത്, അത് LDF അല്ല UDF ആര് ഭരിക്കുമ്പോഴും, ഇപ്പോൾ BJP കേന്ദ്രം ഭരിക്കുമ്പോഴും എല്ലാം
അവർക്ക് ഇഷ്ടമുള്ള ആളെ നിയമിക്കും. അവർക്ക് ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ പാർട്ടി ബന്ധം അതിൽ നോക്കേണ്ടി വരും. ഹൈക്കോടതിയിൽ ഹാജരായി കേസ് നടത്താൻ കഴിയാത്ത ഒരാളെ GP ആക്കാൻ കഴിയില്ല. അപ്പോൾ രാഷ്ട്രീയ നിയമനം എന്താണ്, പൊതു നിയമനം എന്താണ്, പബ്ലിക് സർവീസ് കമ്മീഷണർ നടത്തുന്ന നിയമനം എന്താണ്, ഈ വ്യത്യാസങ്ങൾ ഒന്നും വകവച്ച് തരാതെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ കാടടച്ചുള്ള ആക്ഷേപം, ആ ആക്ഷേപം തന്നെ ഒരു രാഷ്ട്രീയ മര്യാദയല്ല. ശ്രീ കെ എസ് ഹരിഹരൻ, താങ്കൾ പറയുകയുണ്ടായി EP യുടെ ബന്ധങ്ങൾ, അതുകൊണ്ട് EP ഒരു തരത്തിലും പരിക്കേൽക്കാതെ പോകും എന്ന്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച്, ഇപ്പോൾ എല്ലാവർക്കും ലഭിക്കുന്ന വിവരമനുസരിച്ച് കൃത്യമായ നിലപാടുകൾ ഓരോ നേതാക്കന്മാർക്കും ഈ വിഷയത്തിലുണ്ട്. അതൃപ്തി വ്യാപകമാണ്. നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അതിശക്തമായി EP-ക്കെതിരെ ഒരു ചേരി കൃത്യമായ വിമർശനം ഉന്നയിക്കുക തന്നെ ചെയ്യും എന്നാണ്. ആ സാധ്യത താങ്കൾ തള്ളിക്കളയുന്നുണ്ടോ? ശ്രീ കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് അങ്ങനെ തൻ്റെ വരുതിക്ക് നിർത്താൻ EP-ക്ക് കഴിയുന്ന ഒരു പാർട്ടിയൊക്കെയാണോ കേരളത്തിൽ CPM? തീർച്ചയായിട്ടും EP ജയരാജനെ ഞാനങ്ങനെ എഴുതി തള്ളില്ല. കാരണം അദ്ദേഹം ഇത്തരം ഒരുപാട് സന്ദർഭങ്ങളിൽ നിന്ന് വളരെ മെയ്വഴക്കത്തോടുകൂടി രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകളിൽ ഇത് EP-യെ സംബന്ധിച്ച് EP-ക്ക് അങ്ങനെ ചട്ടവും നിയമമൊന്നും ബാധകമായിട്ട് നോക്കുന്ന ഒരാളൊന്നുമല്ല. EP അദ്ദേഹത്തിന് ബോധ്യമുള്ളത് ചെയ്യും. അത് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു നാടുവാഴ്ത്ത സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതുകൊണ്ട് ചട്ടം, നിയമം, ധാർമ്മികത അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നൊരു വിഷയമല്ല. അതുകൊണ്ട് ഈ EP-ക്ക് ഇപ്പോഴും അതിനകത്ത് അതിജീവന സാധ്യതയുണ്ട്. EP ജയരാജനെ അങ്ങനെ എളുപ്പത്തിൽ തള്ളിക്കളയാവുന്ന രീതി CPM-ന് സാധ്യമല്ല. പ്രത്യേകിച്ച് CPM-നകത്ത് കണ്ണൂർ ലോബി എന്ന് വിളിക്കുന്ന ഘടനയ്ക്കകത്ത് EP ജയരാജൻ്റെ സ്ഥാനം വളരെ വളരെ ആഴത്തിലുള്ളതാണ്. അത് EP അങ്ങനെ തള്ളി മാറ്റിയിട്ട് കോടിയേരി ബാലകൃഷ്ണനെ പോലെയോ മുഖ്യമന്ത്രിയെ പോലെയുള്ള ആളുകൾക്ക് രക്ഷപ്പെടുക എളുപ്പമല്ല. അത്ര എളുപ്പത്തിൽ EP വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എൻ്റെ നിലപാടതാണ്. നമുക്ക് നാളെ സെക്രട്ടേറിയറ്റിനകത്ത് വലിയ ഭൂകമ്പം ഉണ്ടാവുകയോ CKP പത്മനാഭനെ പുറത്താക്കിയതുപോലെ EP-യെ പുറത്താക്കുകയൊക്കെ ചെയ്താൽ നല്ല കാര്യം. പക്ഷേ അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം EP ജയരാജൻ എന്ന് പറയുന്നത് കണ്ണൂർ ലോബിക്കകത്തെ നമ്മളിപ്പോൾ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നൊക്കെ പറയുന്ന ഈ ത്രിമൂർത്തികളിൽ ഒരാളാണ്. അങ്ങനെ ത്രിമൂർത്തികളെ തൊട്ട് കളിക്കാനൊന്നും പാർട്ടി സെക്രട്ടേറിയറ്റിന് ഇനി സാധ്യതയില്ല. ഞാൻ ഒരു ഇടവേളയിലേക്ക് കൂടി പോകേണ്ട, ഇടവേളയ്ക്ക് ശേഷം തിരികെ.